ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. അതിനായി ഞാൻ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ നെമ്മീനുമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അരി വേവിക്കാൻ പോവുകയാണ്. അതിനായി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ചേർക്കാം. പിന്നെ ഇനി മീൻ റെഡിയാക്കണം. അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിലേക്ക് മസാല ചേർക്കാം. മുളക് പൊടി 1 സ്പൂണ്, എരി കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ചേർത്ത് അതൊന്ന് ഇളക്കി മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കണം. കുറച്ച് നേരത്തേക്ക് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുക. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. മീനിട്ട് കൊടുത്തതിന് ശേഷം അത് ഇളക്കി 2 സൈഡും മറിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ മീനിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഇനി ഫ്രൈ ചെയ്യാൻ ശേഷം തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. എല്ലാം മീനും തിരിച്ചിടണം. ഫ്രൈ ചെയ്തതിന് ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം വേറെ ഫ്രൈ പാൻ എടുക്കുക. എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇടണം. കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടണം. ഇത് നമ്മൾ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷിനുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കണം. കടുപൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വരട്ടിയെടുക്കണം. നല്ല വരട്ടിയെടുക്കണം. നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് വരട്ട് കിട്ടുന്നതാണ്. ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയുടെ കൂടെ നമുക്ക് ഇഞ്ചിയും കൂടെ ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർക്കാം. അതൊന്ന് നല്ലൊന്ന് വാടുന്ന വരെ നിൽക്കുക, വെയിറ്റ് ചെയ്യണം. അത് വാടി ഒന്ന് സൈഡാക്കിയിട്ട് നല്ല ഗോൾഡൻ കളറായതിന് ശേഷം സൈഡാക്കിയിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഒരു മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് അതിൽ കൂടുതൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയെടുക്കാം. മസാല ഒന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ നമുക്ക് ഉള്ളിയുടെ കൂടെ അത് ചേർത്തെടുക്കാം. അതൊന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് ഇളക്കി തക്കാളി നല്ല വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ല ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് വേവാൻ വേണ്ടി വയ്ക്കാം. കറി കുറച്ച് ലൂസാക്കി, ഒരുപാട് ലൂസാക്കരുത്, കുറച്ച് ലൂസാക്കി അതൊന്ന് വേവിച്ചെടുക്കുക. ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു. ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കറി ഒന്ന് ലൂസാക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു 5 മിനിറ്റ്. എന്നിട്ട് നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത്
മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത റൈസ് റെഡിയാക്കാം. ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം. അതിനാദ്യമായി നെയ്യ് വേണം. നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഗ്രാമ്പൂ പട്ടയൊക്കെ ഒരുമിച്ചിട്ട് ഞാൻ മൂപ്പിക്കുകയാണ്. അതിനുശേഷം കുറച്ച് കിസ്മിസും നമ്മുടെ കാഷ്യൂ ഒക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് എടുക്കുന്നില്ല, ഞാൻ അതിൽ തന്നെയാണ് റൈസ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഊറ്റി വെച്ചിട്ടുണ്ട്, വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ആ അരി അതിൽ തട്ടി കൊടുക്കുക, ചോറ് അതിൽ തട്ടി കൊടുക്കുക. അത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ആ നെയ്യ് ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ചൊന്ന് അടച്ച് വെച്ച് നോക്കാം. അത് വെന്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. ഒരു 1-2 മിനിറ്റ്. അതിലുള്ള ആ നെയ്യൊക്കെ പിടിക്കും. റൈസിൽ നെയ്യിന് പിടിച്ച ശേഷം നമുക്ക് മീൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. മീൻ അതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ചുകൂടെ 1 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, അടി പിടിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം, കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. നിങ്ങൾ എനിക്ക് ലൈക്ക് സപ്പോർട്ടും തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് നല്ലതായിട്ട് വീഡിയോ ഇനിയും ചെയ്യും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.